അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, രണ്ടുപേർക്ക് ആയുസ് കുറവാണ്, രണ്ടുപേരുടെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ വീട് ഏതെന്നറിയുവോ? ആ വീട്ടിലെ നാഥന് ആയുസ് കുറവാണ്. വായ്പാടുള്ള ഒരു മനുഷ്യന് ആയുസ് കുറവാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരെന്നറിയുവോ? ഹറാമായ പണം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോളെ ലോട്ടറി എടുക്കുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, പലിശ കച്ചവടം നടത്തുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ജനങ്ങളെ പറ്റിച്ചിട്ട് പൈസയുമായി വീട്ടിൽ വരുന്ന ഭർത്താവിന്റെ കാലിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറമോള്, ഈ പാപം നിങ്ങൾ നിർത്തണ്, ഈ ദുശീലം നിങ്ങൾ നിർത്തണ്. പട്ടിണി കിടന്നിട്ടാണെങ്കിലും നീ നിന്റെ ഭർത്താവിന്റെ ദുശീലം മാറ്റിക്കോ, ഇല്ലെങ്കിൽ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റിന്റെ കൂടെ നിൽക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ മക്കള് തീമായി പോകും പെങ്ങള്, നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ആയുസ് കുറഞ്ഞു പോകുന്ന രണ്ടാമത്തെ പാപം എന്തെന്നറിയുവോ? പെറ്റ ഉമ്മാനെ വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്നവനുണ്ടല്ലോ, മാതാപിതാക്കൾ കണ്ണുനീര് കുടിപ്പിക്കുന്നവൻ, അവന്റെ ആയുസ് അല്ലാഹു കുലുക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, മാതാപിതാക്കളെ മറന്നു പോകുന്ന മക്കളുടെ കാലമാണ്. വൃദ്ധസദനങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, പാപ്പാ നീ എത്ര വലിയവനാണെങ്കിലും, പായിപ്പാട് പള്ളിക്ക് നീ എത്ര കൊടുത്തവനാണെങ്കിലും, പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണെങ്കിലും, നിസ്കാര തഴമ്പുള്ളവനാണെങ്കിലും നീ രക്ഷപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ വെച്ചിട്ട് എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നുപോയി, എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നുപോയി. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ സമുദായത്തിൽ ആരെങ്കിലും നരകത്തിൽ കിടക്കുന്നുണ്ടോ? യാ റസൂലല്ലാഹ്, ഒരു വിഭാഗം ജനങ്ങളെ നരകത്തിൽ കിടന്ന് കരയുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ മുന്നിൽ പോയി സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹ്, നരകത്തിൽ കിടക്കുന്ന എന്റെ സമുദായത്തിന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹു പറയുന്നു, ഇല്ല നബിയേ, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കൂല. ദുആ ചെയ്തിട്ട് കാര്യമില്ലോ. പ്രവാചകനെ മടക്കി വിടുകയാണ്. രണ്ടാമതും പ്രവാചകൻ ചെന്നിട്ട് കരയുകയാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇല്ല നബിയേ, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കൂല. മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകൻ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹു പറഞ്ഞു, ഞാൻ അവർക്ക് സ്വർഗ്ഗം കൊടുക്കൂല. റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്ത് പാപമാ അവർ ചെയ്തത്? എന്തിന്റെ പേരിലാണ് അവർക്ക് സ്വർഗ്ഗം കൊടുക്കാത്തത്? ആ സമയത്ത് അല്ലാഹു പറയുന്നു, നബിയേ, അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ, അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ. എനിക്ക് സ്വർഗ്ഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സ്വർഗ്ഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കൾക്ക് സ്വർഗ്ഗം ഹറാമാ നബിയേ. അവര് പൊരുത്തപ്പെടാതെ എനിക്ക് സ്വർഗ്ഗം കൊടുക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, പടച്ചവരെ, നരകത്തിൽ കിടക്കുന്ന അവരെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ തമ്പുരാനെ? പ്രവാചകൻ നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കൾ നരകത്തിൽ കിടന്ന് കരിയുകയാണ്, അവിടെ കിടന്ന് യാചിക്കുകയാണ്. കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ പിന്നെയും റബ്ബിനോട് ചോദിക്കുന്നു, നാഥാ, ഇവരുടെ മാതാപിതാക്കളെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന്? അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, മക്കൾ നരകത്തിൽ കിടന്ന് കരിയുകയാ.
നിങ്ങളുടെ മക്കള് നരകത്തിൽ കിടന്ന് കരയുകയാണ്. ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുത്താ അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കും. ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തുകൂടെ? ഉമ്മമാര് പറയുമില്ല, എന്റെ മക്കൾക്ക് ഞാൻ പൊരുത്തപ്പെടൂല, അവൻ എന്നെ വല്ലാതെ ദ്രോഹിച്ചവനോ, എന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചവനോ. അല്ലാഹുവിന്റെ റസൂല് പോലും ചോദിക്കുമെന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുവോ? അവര് പൊരുത്തപ്പെട്ട് കൊടുക്കാതെ വരുമ്പോ അവസാനം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ നരകത്തിൽ കിടക്കുന്ന മക്കളെ ഇങ്ങനെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയോ. തന്റെ മക്കളെ നരകത്തിൽ കിടന്ന് കരിയുന്നത് കാണുമ്പോ സഹിക്കാൻ കഴിയാതെ ആ മാതാപിതാക്കൾ പൊരുത്തപ്പെട്ടു കൊടുക്കും. അപ്പോഴാണ് അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുന്നതെന്ന് പ്രവാചകൻ പറയുമ്പോ, വാപ്പാ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കൂല. അല്ലാഹു നല്ല മരണം കൊടുക്കൂല. നിന്റെ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ മാതാപിതാക്കളോട് പറയാനുള്ളത്, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മക്കളെ ശപിക്കല്ലേ ഉമ്മാ, മക്കളെ ശപിക്കല്ലേ, മക്കളെ പ്രാവല്ലേ. മക്കളെ പ്രാവുന്ന ഉപ്പമാരോടും ഉമ്മമാരോട് നിങ്ങളുടെ ദുആയിക്ക് വല്ലാത്ത ഇജാബത്തോ, നിങ്ങളുടെ ദുആയിക്ക് വല്ലാത്ത ഇജാബത്തോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന്. മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കുകയാ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് പടച്ചവര്? മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, നബിയേ ഒരു ചെറുപ്പക്കാരനാണ് നബിയേ, ഒരു ചെറുപ്പക്കാരനാണ് നബിയേ. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. ആരാണ് പടച്ചവര്? എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് തമ്പുരാന്? അവിടെ നിന്ന് പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനെ കാണിച്ചു കൊടുക്കുകയാ. നിങ്ങള് മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. എന്തിന്റെ പേരിലാണ് ഈ മനുഷ്യൻ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാകുന്നത്? മൂസാ നബി അല്ലാഹുവോട് ചോദിക്കുന്നു, നാഥാ ഈ ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണം തമ്പുരാന്, എനിക്ക് ആ ചെറുപ്പക്കാരനോടൊന്ന് സംസാരിക്കണം തമ്പുരാന്. അല്ലാഹു അവസരം കൊടുക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹ് കാണുന്ന കാഴ്ച എന്തെന്നറിയോ? അല്ലാഹുവേ, തോളിൽ ഇങ്ങനെ ഒരാ രണ്ട് തുണിക്കെട്ടുകൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അതാ ചുമലില് രണ്ട് സഞ്ചി ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കുകയാ. മൂസാ നബി പ്രവാചകനാണെന്ന് പറഞ്ഞില്ല. അടുത്ത് ചെന്നിട്ട് ചെറുപ്പക്കാരനോട് പരിചയപ്പെട്ടു. അതാ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ കൂട്ടത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവസാനം തന്റെ ചുമലിലിട്ടിരിക്കുന്ന സഞ്ചി കൊണ്ടുപോയി വീടിന്റെ ഒരു മൂലയിൽ വെക്കുകയാണ്. മൂസാ നബിയോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അടുക്കളയിലേക്ക് ഭക്ഷണമുണ്ടാക്കാൻ കടന്നുപോയി. മൂസാ നബി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരെ ചുമന്നുകൊണ്ടുവന്ന് സഞ്ചിയിരുന്ന് അനങ്ങുകയാണ്. അല്ലാഹുവേ, മൂസാ നബിക്ക് അത്ഭുതമായി. ചലിക്കുന്ന സഞ്ചിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. ആ തുണിയങ്ങ് മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലും തോലുമായ ഒരു പ്രായമായ ഉമ്മയാണ്. ഒരു സഞ്ചിക്കകത്ത് ഉമ്മയാണ്. രണ്ടാമത്തെ സഞ്ചി തുറക്കുമ്പോ തന്റെ വാപ്പയാണ്. പ്രായമുള്ള എല്ലും തോലുമായ ഒരു വാപ്പയും ഉമ്മയുമാണ്. അല്ലാഹുവേ, മൂസാ നബി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവിടെ നിന്ന് പറയുന്നു, ഈ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ പൊന്നുമോനാ, ഞങ്ങളുടെ പൊന്നുമോനാണ്. 9.5 മാസം ഞാൻ എന്റെ മകനെ ചുമന്നു. എന്റെ പൊന്നുമോൻ എന്നെ ചുമക്കാൻ തുടങ്ങി 8 മാസങ്ങളായി. അവന് ഞങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. അവനാണ് ഞങ്ങളെ കുളിപ്പിക്കുന്നത്, അവനാണ് ഞങ്ങൾക്ക് ഭക്ഷണം വാരി തരുന്നത്. എവിടെ പോയാലും ഞങ്ങളുടെ പൊന്നുമകൻ ഞങ്ങളെ ചുമന്നുകൊണ്ട് നടക്കും. വാപ്പയും ഉമ്മയും മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ഈ ഉമ്മയുടെ ദുആയായിരിക്കും ആ ചെറുപ്പക്കാരൻ എന്റെ കൂട്ടുകാരനാകാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മ, നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഈ പൊന്നുമോന്
പൊന്നുമോന് വേണ്ടി നിങ്ങൾ എന്താണ് ദുആ ചെയ്യുന്നത്? ആ സമയത്ത് മാതാപിതാക്കള് അവിടെന്ന് പറയുകയോ, ഞങ്ങളുടെ പൊന്നുമോന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ പൊന്നുമോ മരിക്കുന്നതിന് മുമ്പ്, എന്റെ പൊന്നുമോ മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയെ എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലോ. ഈ വാപ്പയും ഉമ്മയും എപ്പോഴും ദുആ ചെയ്യുന്നത് മരിക്കുന്നതിന് മുമ്പ് മൂസാ നബി എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണം തമ്പുരാര്. പ്രവാചകനെ കാണാൻ എന്റെ പൊന്നുമോന് ഭാഗ്യം കൊടുക്കണേ അല്ലോ. മാതാപിതാക്കള് പറയേണ്ട താമസം മൂസാ നബിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു പോയി, ഉമ്മാ അന കലീമുല്ലാഹി മൂസാ, ഞാനാണുമ്മ മൂസാ നബി അലൈഹിസ്സലാം, ഞാനാണുമ്മ. വാപ്പയോടും ഉമ്മയോടും പറയേണ്ട താമസമുണ്ടല്ലോ. രണ്ടുപേരും മൂസാ നബിയോട് സലാം പറയുകയാണ്. എന്നിട്ടതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് വാപ്പയും ഉമ്മയും അങ്ങ് മരണപ്പെടുകയാ. രണ്ടുപേരും മരിച്ചുപോയി. ചെറുപ്പക്കാരൻ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഭക്ഷണവും തയ്യാറാക്കിയിട്ട് കടന്നു വന്നിട്ട് തന്റെ ഉമ്മാനെയും വാപ്പാനെയും വിളിക്കുമ്പോ രണ്ടുപേരും അനങ്ങുന്നില്ല, രണ്ടുപേരും അനങ്ങുന്നില്ല. മൂസാ നബി പറഞ്ഞു, ചെറുപ്പക്കാരോ, നിന്റെ മാതാപിതാക്കളും മരിച്ചുപോയി, അവര് രണ്ടുപേരും മരിച്ചുപോയി. ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ ഉപ്പയും ഉമ്മയും മരിക്കൂല, എന്റെ മാതാപിതാക്കളും മരിക്കൂല. മൂസാ നബി ചോദിച്ചു, കാരണം എന്താ? മൂസാ നബി ചോദിച്ചു, നിന്റെ മാതാപിതാക്കളും മരിക്കത്തില്ലെന്ന് പറയാനുള്ള കാരണം എന്താ? ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? എന്റെ മാതാപിതാക്കളെ ചുമലിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുമ്പോ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാ നബിയെ ഒന്ന് കാണിച്ചു കൊടുക്കണേ അല്ലോ. മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാ നബിയെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. മൂസാ നബിയെ കാണാതെ എന്റെ വാപ്പയും ഉമ്മയും മരിക്കൂല. മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാനാണ് ആ മൂസാ നബി. നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനോ, എന്റെ പ്രിയപ്പെട്ട സഹോദരോ. മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താ സ്വീകരിക്കും. ഇതുപോലെ മക്കള് മാതാപിതാക്കൾക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കല്ല്, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കല്ല്. ഏത് കൊലകൊമ്പനാണെങ്കിലും അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അൽക്കമയുടെ ചരിത്രം നമുക്കറിയുമല്ലോ. റസൂലുള്ളാഹിന്റെ സഹാബിയാണല്ലോ. മരണസമയത്ത് അൽക്കമ റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാവരും ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽക്കമയ്ക്ക് പറയാൻ കഴിയുന്നില്ലോ. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, അൽക്കമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി ചോദിച്ചത്, അൽക്കമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. വിളിച്ചുകൊണ്ട് വാ സഹാബ, വിളിച്ചുകൊണ്ട് വാ സഹാബ. അവസാനം ഉമ്മാനെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, നിങ്ങളുടെ മകനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? അവിടെന്ന് പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമോൻ എന്നെ വല്ലാത്ത സ്നേഹമായിരുന്നു, എന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ എന്നെ മറന്നു നബിയേ. എന്നോടിപ്പോ സ്നേഹമില്ല നബിയേ. എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. ചരിത്രം പറയുന്ന ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു, ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു. എന്റെ മകന് എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാ. ഉമ്മയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹ്
അതുകൊണ്ട് ഞാൻ അവന് പൊരുത്തപ്പെട്ട് കൊടുക്കൂല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്താലേ നിങ്ങളുടെ പൊന്നുമോനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂ. പൊരുത്തപ്പെട്ട് കൊടുക്കുമോ? ഇല്ല യാ റസൂലല്ലാഹ്, എനിക്ക് അവന് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയില്ലോ. റസൂലുള്ളാഹ് പറഞ്ഞു, സഹാബാ, ഉമ്മാടെ പൊരുത്തമില്ലാത്തവനെ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവനെ കരിച്ചുകളോ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ ആ മാതാവ് പറയുന്നു, നബിയേ, അവൻ എത്ര ദ്രോഹിച്ചവനാണെങ്കിലും എന്നെ വേദനിപ്പിച്ചവനാണെങ്കിലും അവൻ എന്റെ മകനാണല്ലോ നബിയേ. ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. അല്ലാഹു തആല തന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞത് ആ സമയത്താണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള് അല്ലാഹു നിങ്ങളുടെ ആയുസ് കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടും. പണം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. വാടക വീടെങ്കിൽ വാടക വീട്, 2 നിലയെങ്കിൽ 2 നില. അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട നീയാണ് ലോക മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിലും അവരെ തന്നെ അള്ളാഹു മാതാപിതാക്കളായി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് സമയം 8:18 അതുകൊണ്ട് അടുത്ത വഅദിന് ഞാൻ പോകേണ്ടതുള്ളത് കൊണ്ട് നിർത്തുകയാ. അള്ളാഹു ആയുസ് തന്നാൽ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെ കൂടാം, നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത്, ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത സമയം മരണത്തിന്റെ സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത ഒരു സമയമാണ് മരണത്തിന്റെ സമയം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്കിൽ പ്രവാചകൻ പറഞ്ഞു, ആ സമയത്ത് ചിലര് വെള്ളം കുടിച്ചില്ലെങ്കിലും, ചില ആൾക്കാർ ആ സമയത്ത് വെള്ളം കുടിച്ചില്ലെങ്കിലും ദാഹം തീർന്നവരായി മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വെള്ളം കുടിച്ചില്ലെങ്കിലും ദാഹം തീർന്നവരായി മരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അങ്ങനെ മരിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. മരിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചില്ലെങ്കിലും ദാഹം തീർന്നിട്ട് മരിക്കാൻ എന്താപ്പാ ആഗ്രഹമുള്ളവർ കൈവക്കിയാൽ മതി. എനിക്ക് പച്ചവെള്ളം വേണ്ട ഉസ്താദെ, ഞാൻ വലിച്ചു ചാവാന്നുള്ളവർ അങ്ങനെ, അത് അവനവന്റെ ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് ആഗ്രഹമുള്ളവർ കൈവക്ക്. മരിക്കുമ്പോ ദാഹം തീർന്നിട്ട് നിങ്ങളൊക്കെ വേറെ എന്തിനാന്ന് എനിക്കറിയില്ല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മരണസമയത്ത് ദാഹം തീർന്നവരായി മരിക്കാൻ കൈവക്കാൻ പേടി, ഇനി വല്ല പൈസ ചോദിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല സഹോദരൻ. പിരിവിന്റെ കാര്യം എന്തിനാ ഉപ്പ? പിരിവെന്തിനാ? ലോകത്ത് നിങ്ങൾ എവിടെ വേണമെങ്കിലും, ഇന്ന് നമ്മുടെ കേരളത്തിൽ കർണാടക മുതൽ വഅദ് പറയുന്ന ആളാണ്. ഞാൻ എപ്പോഴും പറയും, ഏറ്റവും കൂടുതൽ പൈസ വഅദിന് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ സ്ഥലം പായിപ്പാടാണ്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. കാരണം അത്രയ്ക്കും അള്ളാഹു, അത്രയ്ക്കും ഒരു ഒത്തൊരുമ അള്ളാഹു നിങ്ങൾക്കൊക്കെ, നിങ്ങളുടെയൊക്കെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഈ നാട്ടിലെ ഒത്തൊരുമ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോടിക്കണക്കിന് രൂപയല്ലേ അൽഹംദുലില്ലാ. 3-4 ദിവസത്തെ വഅദ് കൊണ്ട് മത്സരമായിരുന്നു. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. അപ്പം മരണസമയത്ത് ദാഹങ്ങൾ തീർന്നിട്ട് മരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് എല്ലാ ദിവസവും ഈ ഇരിക്കണ കൊച്ചുമക്കൾക്ക് വരെ അറിയാം, ഈ ഇരിക്കണ മദ്രസയിൽ പോകുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ അറിയുന്ന ഒരു സൂറത്തുണ്ട്. എല്ലാ ദിവസവും ഓതിയാൽ മരണസമയത്ത് ദാഹം തീർന്നവനായി മരിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? എന്താ ഒരു മടി? ഇൻഷാ അല്ലാഹ് പറയാം. ബക്കറൊന്നും അല്ല, പേടിക്കണ്ട. ഞാൻ ബക്കറ ഒന്നും ഓതാൻ അറിയാൻ പറയില്ല. എല്ലാവർക്കും ബക്കറ ഓതാൻ അറിയത്തില്ല. ചെറിയ സൂറത്ത്, എല്ലാവർക്കും അറിയുന്ന സൂറത്താ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ?
ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവേ ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം കൊടുക്കണം പടച്ചോനെ. നബിദിനൊക്കെ ഇല്ലേ? അപ്പൊ നബിദിനൊക്കെ ഇല്ലേ? അൽഹംദുലില്ലാഹ്. നബിദിനൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് നബിദിനമൊക്കെ ഇപ്പൊ ചോദിക്കും, നബിദിനം ഉണ്ടോ, മൗലൂദ് ഉണ്ടോ, അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ തെളിവ് അവർക്ക് പിന്നെ എന്ത് പറഞ്ഞാലും ചോദിക്കും. എല്ലാത്തിനും തെളിവാ. ഒന്നിനും തെളിവ് പറയാൻ സമയമില്ല. നിന്റെ വാപ്പ ചെയ്തിട്ടുണ്ട്, അതെന്നെ തെളിവ്. നിന്റെ വാപ്പയും നിന്റെ വാപ്പാടെ വാപ്പയും നീ മദ്രസയെ പഠിപ്പിച്ചപ്പോൾ നിന്റെ ഉസ്താദും പഠിപ്പിച്ചിട്ടുണ്ട്, അത് തന്നെ ഏറ്റവും വലിയ തെളിവ്. പിന്നെ തെളിവ് ചോദിക്കാൻ പോയാ പിന്നെ നിനക്ക് തന്നെ തെളിവില്ലാതെ പോകുന്ന കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല ഒറ്റ തെളിവ് ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാ നിങ്ങളുടെ അബൂ ലഹബിനെ ഖുർആൻ ശപിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അബൂജഹൽ ചത്തുപോയതിനു ശേഷം ഒരിക്കൽ ഇബ്നു അബ്ബാസ് തങ്ങൾ അബൂജഹലിനെ സ്വപ്നം കണ്ടു. അബൂജഹലിനെ സ്വപ്നം കണ്ടപ്പോ നരകത്തിൽ കിടക്ക. അബൂജഹലിനോട് ചോദിച്ചു, നിന്റെ അവസ്ഥ എങ്ങനാ? അപ്പൊ പറഞ്ഞു, നരകത്തിന്റെ അകത്ത വലിയ പ്രയാസവാ. അബൂജഹൽ പറഞ്ഞു, നരകത്തിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാ, പക്ഷെ എല്ലാ തിങ്കളാഴ്ച ദിവസവും അള്ളാഹു എന്റെ ശിക്ഷ കുറച്ചു തരും. അബൂജഹൽ പറയാണ്, തബ്ബത്തി യദാ അബൂ ലഹബ് എന്ന് ഖുർആൻ പറഞ്ഞ അബൂ ലഹബ് പറയുകയാ, എല്ലാ തിങ്കളാഴ്ച ദിവസവും അള്ളാഹു എന്റെ ശിക്ഷ കുറച്ചു തരും. എന്റെ കൈയുടെ വിരലിൽ കൂടെ വെള്ളം വരും, ഞാനിങ്ങനെ കുടിക്കാറുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താ അതിന്റെ കാരണം? ഇത്രയും വലിയ വൃത്തികെട്ടവന് അള്ളാഹു തിങ്കളാഴ്ച ദിവസം മാത്രം ഈ കരുണ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചപ്പോ ഓൻ പറഞ്ഞെന്തെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചെന്ന് ഒരു അടിമ പെണ്ണ് എന്റെ അടുക്ക വന്ന് പറഞ്ഞു. പ്രവാചകൻ ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 പ്രവാചകൻ ജനിച്ചു. അള്ളാഹുവിന്റെ റസൂല് ജനിച്ച കാര്യം ഒരു അടിമ പെണ്ണ് എന്റെ അടുക്ക വന്ന് പറഞ്ഞപ്പോ ആ സന്തോഷം കാരണം ഞാൻ ആ അടിമ പെണ്ണിനെ മോചിപ്പിച്ചു വിട്ടു. അള്ളാഹു എനിക്ക് അതിന് പകരം അള്ളാഹു എനിക്ക് അതിന് പകരം നൽകിയതാണെന്ന് അവൻ പോലും പറയുമ്പോ ഒരു കാഫിറായ ഒരുത്തൻ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചപ്പോ ആ ദിവസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു നല്ല കാര്യം ചെയ്തപ്പോ അള്ളാഹ് ഈ പ്രതിഫലം കൊടുത്തെങ്കിൽ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടക്കണം നമുക്കെന്ത് പ്രതിഫലമായിരിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിനക്ക് ഓതണമെങ്കിൽ ഓത്, ഇല്ലെങ്കിൽ മിണ്ടാതെടാ. അത്ര എനിക്ക് പറയാനുള്ളൂ. മൗലിദ് ഓതാൻ പറ്റുമെങ്കിൽ ഓത്, തെറ്റുണ്ടെങ്കിൽ നീ തെറ്റ് തിരുത്തി ഓത്, അത്രയല്ലേ ഉള്ളൂ. തെറ്റുണ്ടെന്ന് പറയും മൗലിദ് കിതാബിൽ തെറ്റുണ്ടെങ്കിൽ നീ ഓതണ്ട, തിരുത്ത്. അല്ലെങ്കിൽ നീ സ്വന്തമായിട്ടൊരു മൗലിദ് എഴുതി വായിച്ചോ, കുഴപ്പമൊന്നുമില്ലല്ലോ, അതിനും കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ്സിനാ. പടുവൃദ്ധനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്ക് പള്ളിക്കകത്തിരുന്നിട്ട് കരന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ വ്യഭിചാരമെന്ന് പറയുന്ന പാപത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. പടച്ചവനെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോ ചെറുപ്പക്കാരൻ അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കുന്നു, തങ്ങള് നിങ്ങൾക്ക് 95 വയസ്സായല്ലോ, നിങ്ങൾ പടുവൃദ്ധനായല്ലോ, നിങ്ങളൊരു പെണ്ണുമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്ത മറുപടി, പൊന്നുമോനെ, എനിക്കല്ലേ പ്രായമായത്, ഇബ്ലീസിന് പ്രായമായിട്ടില്ലല്ലോ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, ആദം സന്തതികളുടെ പേരിൽ വ്യഭിചാരത്തിന്റെ പാപം എഴുതുമെന്നാണ്. വ്യഭിചാരത്തിന്റെ കുറ്റം ആദം നബിയുടെ മക്കളുടെ പേരിൽ എഴുതും. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ഒരാണിന്റെയും പെണ്ണിന്റെയും മുഖ്യ ഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിന് മാത്രമല്ല, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. അല്ലാഹു ഖുർആനിലൂടെ നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്തെന്നറിയുമോ? വലാ തഖറബുസിനാ ഇന്നഹു കാന ഫാഹിശാ. നിങ്ങൾ
അതിലേക്ക് അടുക്കുക പോലും ചെയ്യല്ലേ. ആ വ്യഭിചാരത്തിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്യല്ലേ എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, പെങ്ങളെ കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? അന്യ പെണ്ണിന്റെ ശരീരം കാണല്, അന്യ പുരുഷന്റെ ശരീരം കാണല്, അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ഹറാം കാണല്, പടച്ചവനെ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ടിവിന്റെ അകത്തുകൂടെ ഞാനും നിങ്ങളും ഈ പാപം ഇങ്ങനെ കണ്ടാസ്വദിക്കുന്നവരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ശിക്ഷ എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ടിട്ട് ഈ ഹറാം കണ്ട നിന്റെ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിലേക്ക് അല്ലാഹുവേ നരകത്തിന്റെ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നൊക്കെ ഇത് പാപമല്ല എന്ന് കരുതുന്ന ഒരു കാലഘട്ടമാണ്. മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ ഓടിച്ച് കളയുന്നത് പോലെ ഇന്നിങ്ങനെയുള്ള പാപങ്ങൾ നിസാരമായി തള്ളിക്കളയുമ്പോ അറിവുള്ളവനും അറിവില്ലാത്തവനും, താടിയുള്ളവനും തഴമ്പുള്ളവനും, ആലിമും ജാഹിലുമെല്ലാം ഈ വിഷയത്തിൽ കണക്ക് തന്നെയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഒരു പാപമാണോ എന്ന് ചോദിക്കുന്ന കാലഘട്ടമാ. എന്റെ പ്രിയമുള്ളവരെ, ടി വി ഇല്ലാത്ത പായിപ്പാടി ഏത് വീട്ടിലാണ്? പടച്ചവരെ, ഏത് പാവപ്പെട്ടവന്റെ വീടെടുത്ത് നോക്കിയാലും ടി വി ഉണ്ടല്ലോ. ആലിമിന്റെ വീട്ടിലുണ്ട്, ഹജ്ജ് ചെയ്തവന്റെ വീട്ടിലുണ്ട്, ഉംറ ചെയ്തവന്റെ വീട്ടിലുണ്ട്, പ്രസംഗിക്കുന്നവന്റെ വീട്ടിലുണ്ട്, ജമാഅത്തിന്റെ ഭാരവാഹിയുടെ വീട്ടിലുണ്ട്. അല്ലാഹുവേ, ഫർദയും ധരിച്ച് ഹിജാബുമിട്ട് ഏത് നല്ല കാര്യത്തിനും മുന്നിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ വീട്ടിലുമുണ്ട്. ഇത് പാവമാണെന്നറിയാത്ത ആരാവുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, തെറ്റാണെന്നറിയാത്ത ആരാവുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, അന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരു സമുദായത്തിന്റെ അനുയായികളാ. അരപ്പാവാടയിട്ടാടുന്ന പെണ്ണിന്റെ ആട്ടം കാണാ. താടിയുള്ള വാപ്പയ്ക്കും കുഴപ്പമില്ല, നിസ്കാര തഴമ്പുള്ളവനും കുഴപ്പമില്ല, ഹജ്ജ് ചെയ്തവനും കുഴപ്പമില്ല, ഫർദ് ധരിക്കുന്നവൾക്കും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു പാപമാണ്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുന്ന മുസ്ലിമേ, ആരാ പറഞ്ഞതെന്നത് നിസാരമാണെന്ന്? ഇത് ചെറിയ പാപമാണെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? എന്റെ പ്രിയമുള്ള പെങ്ങളെ, ചെറിയ പാപമല്ല, ഇത് ചെറിയ തെറ്റല്ല, ഇത് നിന്റെ ഭവിഷ്യത്ത് നിനക്കറിയാനിട്ടാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്തുകൂടെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പരിശുദ്ധമായ കഅബാലയം ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ടൊരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഖിരിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. എന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ, എന്റെ കൂടപ്പറപ്പുകൾക്ക് സംഭവിച്ചത് എനിക്ക് തരല്ലേ അല്ലാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ചെറുപ്പക്കാരനോട് ഈ മഹാനവിടെന്ന് ചോദിച്ചു, മോനെ, എന്തിനാ നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്താണ് നിന്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങളെ, എനിക്ക് 2 കൂടപ്പറപ്പുകൾ ഉണ്ടായിരുന്നു, എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ മൂത്ത സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ മൂത്ത സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു.
എത്ര കൊല്ലമാണ് വിളിച്ചതെന്നറിയുവോ വാപ്പാ? 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. എന്ത് പ്രതിഫലമാണ് ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം! പായിപ്പാടി ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന വ്യക്തി പള്ളിയിലെ ഇമാമല്ല, ജമാഅത്തിന്റെ പ്രസിഡന്റ് അല്ല, അല്ലെങ്കിൽ ഈ നാട്ടുകാരല്ല. ഈ പായിപ്പാടി ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി ആരെന്നറിയുമോ? ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആ മനുഷ്യനെ ആരും പരിഗണിക്കാറില്ല, വലിയ മഹത്വം നൽകാറില്ല, വലിയ പരിഗണന നൽകാറില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പരിഗണന നൽകിയില്ലെങ്കിലും ആ മനുഷ്യന് അല്ലാഹു പരിഗണന നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോൾ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്നും കുഷ്ഠരോഗിയെ പോലെ മുഖതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം എഴുന്നേറ്റ് വരുന്ന പടച്ചുറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു. 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗം ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് 40 കൊല്ലം ബാങ്ക് വിളിച്ച എന്റെ സഹോദരനുണ്ടല്ലോ, മരണസമയം അടുത്ത് വന്നപ്പോ എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ എന്നോട് പറഞ്ഞു അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. ഞാൻ വിചാരിച്ചു ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാന്. ഞാൻ ഖുർആൻ എടുത്തുകൊണ്ട് എന്റെ സഹോദരന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ കഫർതു ബില്ലാഹി ബിമാ ഉൻസില, അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ വലിച്ചു കീറുകയാണ്, എന്നിട്ട് വലിച്ചെറിയുകയാണ്. അല്ലാഹുവേ, എന്റെ കൂടപ്പറപ്പ് കാഫിറായി മരിച്ചുപോയി. 40 കൊല്ലം അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യന്റെ ചരിത്രമാ പറയുന്നത്. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ 2ാമത്തെ സഹോദരനും അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. 10 വർഷമാണ് ബാങ്ക് വിളിച്ചത്. എന്റെ 2ാമത്തെ സഹോദരന്റെയും ആഖിബത്ത് മോശമായിരുന്നു. അല്ലാ, ഇപ്പോൾ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാ. അല്ലാഹുവേ, എനിക്കങ്ങനെ ഒരു ഗതി വരുത്തല്ല അല്ലാ.